ഡോക്ടർ ആകണം, സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നിങ്ങൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഭാഗമാകുന്നത്. നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടെന്ന് അറിയാവോ? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ബയോളജി എന്ന് പറയുമ്പോൾ ബോട്ടണിയും സുവോളജിയും. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സിൽ നിന്നാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സിൽ നിന്ന് ഒരാൾക്ക് നീറ്റ് ആസ്പിറൻസിനോട് എന്തായിരിക്കും പറയാനുള്ളത്? നിങ്ങൾക്ക് ഏകദേശം ഊഹമുണ്ട്. കാരണം ഫിസിക്സിലും മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ട്. അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറയാൻ വന്നതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അത് പേടിക്കണ്ട. കാരണം ഇത് കേൾക്കുന്നതിനകത്തേ +1 +2 മാത്തമാറ്റിക്സ് എടുക്കാത്ത കുട്ടികളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ ഒരു ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ എടുത്തവരാണെങ്കിൽ ഫിസിക്സിൻ്റെ കാൽക്കുലേഷനൊക്കെ അവർ സ്പീഡ് ചെയ്യുമ്പോൾ നമ്മളെങ്ങാനും പതിയെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷൻ ആവത്തില്ലേ? നിങ്ങളുടെ ടെൻഷൻ നമ്മൾ മനസ്സിലാക്കാതിരിക്കുമോ? അതുകൊണ്ട് നിങ്ങളുടെ ഇവിടുത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് മാത്തമാറ്റിക്സ് പ്രോഗ്രാമുമായിട്ടാണ്. എന്താണ് ഈ ബേസിക് മാത്തമാറ്റിക്സ്? അതായത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപക്ഷെ ബയോളജിയിലും ഒരല്പം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ആവശ്യം വരുമല്ലോ. ഈ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾക്ക് അങ്ങ് ക്ലിയർ ചെയ്ത് തരാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഡിഫറൻസിയേഷൻ ഉണ്ട്, ഇൻ്റഗ്രേഷൻ ഉണ്ട്, ട്രിഗ്നോമെട്രി ഉണ്ട്. എൻ്റെ പൊന്നു സാറേ, ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ പഠിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ +1 +2 ടെക്സ്റ്റ് എടുത്ത് നോക്കിയപ്പം 5 ചാപ്റ്ററിനകത്തായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുവാണ് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും എല്ലാം. സാർ ഞങ്ങൾക്ക് ആദ്യമേ പഠിപ്പിക്കാൻ പോകണോ? ടെൻഷനാവും, ശരിയല്ലേ? ഇനീഷ്യലി നിങ്ങൾ കുറേ പേര് മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ എടുക്കാത്തത് മാത്തമാറ്റിക്സ് ഇഷ്ടമില്ലാത്തതുകൊണ്ടും മാത്തമാറ്റിക്സ് പാടായതുകൊണ്ടും അല്ലേ? അങ്ങനെയുള്ള പിള്ളേരുടെ അടുത്ത് ആദ്യമേ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ടെൻഷനാവും. അങ്ങനല്ല, അത് പേടിക്കണ്ട എന്ന് പറയാനാണ് നമ്മൾ വന്നത്. അതായത് +1 +2 ഫിസിക്സിലെ അല്ലെങ്കിൽ നീറ്റ് പ്രോഗ്രാമിൻ്റെ ഫിസിക്സിലെയോ കെമിസ്ട്രിയിലെയോ മാത്തമാറ്റിക്സ് പഠിക്കാൻ നിങ്ങൾ +1 +2 മാത്തമാറ്റിക്സ് മുഴുവൻ പഠിക്കണ്ട. കുറച്ച് പഠിക്കണോ? കുറച്ചും പഠിക്കുമല്ല, നമ്മളത് വേറൊരു ഡയമെൻഷനിലാണ് പഠിക്കേണ്ടത്. അപ്ലൈഡ് സ്റ്റൈലിൽ. അപ്ലൈഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേന് അതിനേക്കാളും പാടാണോ? അല്ല. നിങ്ങൾ 1 മണിക്കൂർ ഡിഫറൻസിയേഷന്, 1 മണിക്കൂർ ഇൻ്റഗ്രേഷന്, 1 മണിക്കൂർ ട്രിഗ്നോമെട്രിക്ക് എന്നൊക്കെ കേൾക്കുമ്പോഴേ പേടിയുണ്ടാവും അല്ലേ? ഒക്കെ ഒന്ന് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് +1 +2 ആവശ്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് പ്രോഗ്രാമിന് ആവശ്യമുള്ള, ഫിസിക്സിൽ ആവശ്യമുള്ള, കെമിസ്ട്രിയിൽ ആവശ്യമുള്ള കംപ്ലീറ്റ് മാത്തമാറ്റിക്കൽ ഐഡിയാസും കൺവേ ചെയ്ത് തരും. ഓക്കെ അല്ലേ? അപ്പം നിങ്ങളുടെ ആദ്യത്തെ ടെൻഷൻ അങ്ങ് മാറുന്നില്ലേ? അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സുകൾ മിസ്സാക്കാതെ കംപ്ലീറ്റ് കണ്ടിട്ട് വേണം. അതിപ്പോൾ മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ എടുത്തവരും എടുക്കാത്തവർക്കും ഒരുപോലെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മാത്തമാറ്റിക്സ് പഠിച്ചവരുടെ ആ ഒരു അപ്രോച്ചിലുള്ള മാത്തമാറ്റിക്സ് അല്ല നമുക്ക് നീറ്റ് പ്രോഗ്രാമിൻ്റെ ഫിസിക്സിലെ മാത്തമാറ്റിക്സിൽ വരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതല്പം കൂടി സിമ്പിളാണ്. ഒരുപാട് വലിയ കാര്യങ്ങൾ പഠിച്ചവർക്ക് സിമ്പിൾ കാര്യങ്ങൾ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പഠിച്ച സ്റ്റൈലിലല്ല, ഒരല്പം ഡിഫറൻ്റ് ആയിട്ട് ഫിസിക്സിൽ ആവശ്യമുള്ള അപ്രോച്ചിലാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും എളുപ്പമായിട്ടും തോന്നും. ഇതിപ്പോൾ മാത്തമാറ്റിക്സ് പഠിച്ചവർക്കും മാത്തമാറ്റിക്സ് പഠിക്കാത്തവർക്കും നീറ്റിൻ്റെ ക്ലാസ്സിൽ ഒരുപോലെ സ്പീഡിൽ ഫിസിക്സിൻ്റെ ഡെറിവേഷൻസും പ്രോബ്ലംസും ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഇറ്റ് സീംസ് ബ്രില്യൻറ്റ്, റൈറ്റ്? ബിക്കോസ് ദിസ് ഈസ് ബ്രില്യൻറ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.